ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു പ്രോൺസ് മഞ്ചൂരിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ്. ഇതിലേക്ക് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, വറ്റൽമുളക് ഇതെല്ലാം കൂടി നമുക്ക് ചതച്ചെടുക്കാം. ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇനിയൊരു 10-15 മിനിറ്റ് നമുക്കിത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റോളം ഞാൻ വെച്ചു. ഇനി നമുക്കൊരു 1.5 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് നമുക്കൊന്നും കൂടി പുരട്ടി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് ചെമ്മീൻ വറുക്കാൻ വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ ചെമ്മീനൊക്കെ വറുത്തെടുക്കാം. അങ്ങനെ ഞാൻ ചെമ്മീനൊക്കെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ ആവശ്യമില്ല, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി കുഞ്ഞിതാക്കി അരിഞ്ഞത്, അതേപോലെ തന്നെ ഇഞ്ചിയും ഇടാം. അതൊന്ന് നമുക്കൊന്ന് മുരിയിച്ച് എടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനൊരു 3-4 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് സബോള ആഡ് ചെയ്യാം. ഞാനൊരു 1.5 സബോളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ സബോളയാണ്, അപ്പോൾ ഞാൻ 1.5 സബോള എടുത്തിട്ടുണ്ട്. ഇനി ഈ സബോള ഒന്ന് വാടിയാൽ മതി. അങ്ങനെ നമ്മുടെ സബോളയും ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂണോളം സോയാ സോസ് ഒഴിക്കുക. അതേപോലെ തന്നെ 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഞാനൊരു 1/2 ക്യാപ്സിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ചെറുതീയിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് മഞ്ചൂരിയൻ റെഡി ആയിരിക്കുന്നത്. നല്ല സ്വാദിഷ്ടമായ ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.